ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ കണ്ണൻ്റെ പല്ല് ഇങ്ങനെ പൊന്തുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കമ്പിയിടാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ കാണിച്ചിട്ട് പെട്ടെന്ന് പോരാന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ അത് കാണിച്ച സ്ഥിതിക്ക് പിന്നെ ഏട്ടനോട് വിളിച്ച് പറഞ്ഞപ്പോൾ അത് ഇട്ടിട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഒരു പറഞ്ഞു തന്നപ്പോൾ അത് ഇടുകയാണ് നല്ലതെന്ന് തോന്നി, അങ്ങനെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് സമയം വൈകിട്ടോ വീട്ടിലെത്താൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ വോയിസ് കൊടുക്കാനൊക്കെ ഒരുപാട് സമയം വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് നിന്നില്ല. അപ്പോൾ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കഴിയൂല എന്ന് എനിക്ക് തോന്നി. രാവിലെ ഒരു 10:30 പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് 4 മണിയൊക്കെ ആകാൻ സമയത്താണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ചാനലില്ല എല്ലാവർക്കും അറിയാം. ഡേ ഇൻ മൈ ലൈഫൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം, അതായത് ഏകദേശം ഒരു 3-4 മണിക്കൂർ വേണം അത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് നമ്മളെ യൂട്യൂബിലേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ലീവാണെന്ന് എനിക്കറിയാം, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവും, അതുകൊണ്ടാണ് ലീവ് എടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകേണ്ട കാര്യത്തിനൊക്കെ നമ്മൾ തന്നെ പോകണ്ടേ. അപ്പോൾ വിചാരിക്കുന്ന പോലെ ആവൂല. തിരിച്ച് വരണമെന്ന് നേരത്തെയൊക്കെ വിചാരിക്കും, പക്ഷേങ്കിൽ പിന്നെ അതിന് കഴിയൂല. അതുകൊണ്ടാണ് ഇടയ്ക്ക് ലീവ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പതിവ് പോലെ രാവിലെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അടുക്കളയ്ക്ക്. അപ്പോൾ വന്നേക്ക് ഞാൻ വേഗം ചായക്ക് വെള്ളം വെച്ചു. അപ്പോൾ തലേ ദിവസം വൻപയറും പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കലക്കി പരന്ന ഒരു ദോശയല്ലേ, ചീയപ്പം നീർദോശ എന്നൊക്കെ പറയണേ, ആ ഒരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പച്ചരി അരച്ചിട്ട് പിന്നെ അതിലേക്ക് കറി വൻപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു വൻപയർ ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇന്ന് ഈ ഒരു കറി ഞാൻ വെക്കുന്നത് നമ്മളെ കടലക്കറിയൊക്കെ വെക്കൂലേ, ആ ഒരു രീതിക്കാണ് വെക്കുന്നത്. സാധാരണ ഞാൻ വെറുതെ ഉപ്പിട്ട് പച്ചമുളക് കീറിയിട്ടിട്ട് വേവിക്കും, അതിനുശേഷം ഉള്ളിയിട്ട് വറക്കുകയാണ് ചെയ്യലുള്ളത് കേട്ടോ. അപ്പോൾ ആ കറിയാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. പക്ഷെ എനിക്കിത് തേങ്ങ അരച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് ഇതൊന്നും തേങ്ങ അരച്ച് വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും കടലക്കറീൻ്റെ ആ ഒരു രൂപത്തിൽ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കലില്ല കേട്ടോ. ഇന്നിപ്പോൾ ഒരു ഇത്തിരി മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടാണ് തേങ്ങ അരച്ച് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയുകൊണ്ടു കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും രീതികളുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം, ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമുണ്ടേ. അപ്പോൾ ഇതാ ഒരടുപ്പത്ത് ചായക്ക് വെള്ളം വെച്ച് ഒരടുപ്പത്ത് നമ്മളെ വൻപയർ വേവാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് ആ ഒരു അതിൻ്റെ അടുപ്പിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, പക്ഷേങ്കിൽ അത് ആ തിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ നമ്മൾ തീ കത്തിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ ഒരു സംഭവം ഇങ്ങനെ നടു പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് പിന്നെ എന്താ പറയുക ഓണാക്കാനും ഓഫാക്കാനും ഒക്കെ പേടിയാണ്. അതുകൊണ്ടാണ് ആ ഒരു അടുപ്പ് ഉപയോഗിക്കാത്തത്. അപ്പോൾ അത് ആ ചായ തിളയ്ക്കാനായപ്പോഴേക്കും ഇത് നമ്മൾ അച്ഛ പല്ലൊക്കെ തേച്ച് ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അച്ഛനും ഒക്കെ നീച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചായ വേണം കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് എന്താ പറയുക അച്ചമ്മയും കൂടി ഉണ്ട് കേട്ടോ. അച്ചമ്മ ഇന്നലെ വിരുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ചമ്മ നീച്ചിട്ടില്ല. അച്ചമ്മയും തന്നെ നീച്ച് കഴിഞ്ഞാൽ ചായ വേണം. അപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ ഒരു ശീലം ഉണ്ടാവും, നീച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചായ കിട്ടണം എന്നുള്ളൊരു ശീലം ഉണ്ടാവും. ചിലർക്ക് പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ചായനോടാവും ഇഷ്ടം, ചിലർക്ക് കട്ടൻ ചായയാവും ഇഷ്ടം. അപ്പോൾ ഇവിടെ എന്തായാലും കട്ടൻ ചായനോടാണ് കൂടുതലും ഇഷ്ടം. പിന്നെ അച്ഛനും അച്ചമ്മയ്ക്കൊക്കെ ഷുഗർ ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ കുറച്ച് മധുരം ഇട്ടിട്ടാണ് കുടിക്കൽ, അച്ചമ്മ പിന്നെ തീരെ മധുരം ഉപയോഗിക്കലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് മധുരം ഇട്ടിട്ടില്ല. അച്ഛന് വേണ്ടതിൽ മാത്രം ഒരിത്തിരി മധുരം ഇട്ടിട്ടാണ് കൊടുക്കുകയാണ് ചെയ്തത്. നല്ല തിളച്ച ചായയാണ് കേട്ടോ. അപ്പോൾ സമയം 6:30 ആവാനായി. 6 മണിക്ക് ശേഷമാണ് ഞാൻ നീച്ചിട്ടുള്ളത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയപ്പോഴേക്കും 6:30 ആവാനായി എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇപ്പം മക്കൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ വലിയ ബേജാറൊന്നുമില്ലല്ലോ. പിന്നെ ഏട്ടനെന്ന് പറഞ്ഞാൽ ചായക്കടി കൊണ്ടുപോയാലും മതി, അതുകൊണ്ടൊരു സമാധാനമാണ്. ചോറ് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മറ്റേത് സ്കൂളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ ചോറൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ തന്നെയാണ്. അപ്പോഴാണ് പുലർച്ചയ്ക്കൊക്കെ നീക്കേണ്ടത്. ഇപ്പോൾ പുലർച്ചയ്ക്കൊക്കെ നീക്കലൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ തുടങ്ങണം എന്തായാലും. എന്താ പറയുക, ഇങ്ങനെ നേരം വെളുത്തിട്ട് നീച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണം. ഒന്നാമത് നമ്മൾ വീഡിയോ എടുക്കണേം കൊണ്ട് നമ്മൾ വിചാരിച്ച സമയത്തുണ്ട് പണി ഒരുങ്ങൂല കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ നീച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സുഖം തന്നെയാണ്, സമാധാനമായിട്ട് അങ്ങനെ പണിയെടുക്കുക. ഇതിപ്പോൾ രാവിലെ ഇങ്ങനെ നേരം വെളുത്തിട്ട് നീക്കുമ്പോൾ ഒരു ധൃതി പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കലും പണിയെടുക്കലും ഒക്കെ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ നീച്ച് കഴിഞ്ഞാൽ വിറകടുപ്പുണ്ട് കത്തിച്ചാലുള്ളൂ കേട്ടോ ഒരു സമാധാനം കിട്ടുക. അതാണ് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചാലുള്ളൂ എനിക്കൊരു സമാധാനം കിട്ടുക.
ചായയും കടിയൊക്കെ എന്ന് പറഞ്ഞാൽ അതതിൻ്റെ വഴിക്ക് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. പക്ഷേ തീ കത്തിച്ച് ചോറിന് വെള്ളം വെച്ച് അതിലരിയിട്ട് അതൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ 12:30 ആവും കേട്ടോ. ഒരു 8 മണിക്ക് അരിയിട്ടാൽ 12:30 ആവും വെന്ത് കിട്ടാൻ. അപ്പോൾ അത് പകുതി ഒരു എന്താ പറയുക, ഇപ്പം ഞാനൊരു പകുതിയൊക്കെ വേവിച്ചിട്ടാണ് റൈസ് കുക്കറിലേക്ക് വെക്കലുള്ളത്. അത്രയും നല്ല വേവുള്ള അരിയാണ് അതുകൊണ്ട്. പിന്നെ ഇതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടോ നമ്മളെ വൻപയർ കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാളികേരം നോക്കുമ്പോൾ ഫ്രിഡ്ജിലൊരു ഇത്തിരി ഉള്ളൂ കേട്ടോ, ചിരകേൻ്റെ ബാക്കി ഒരു ഇത്തിരി ഉള്ളു ഇരിക്കുന്നത്. അപ്പോൾ ഒരു നാളികേരം എടുത്തിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. ഇപ്പം നാളികേരം വാങ്ങുമ്പോഴൊക്കെ അതിൻ്റെ ആ മുന്നത്തെ തൊപ്പ കളയലില്ല കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നാളികേരമാണ്. അപ്പോൾ അതൊരു കളയിൽ എനിക്ക് തോന്നണ ഈ ഒരു ചൂടുകൊണ്ട് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്നാണ് തോന്നുന്നത്. പണ്ടൊക്കെ എല്ലാ വീടുകളിലൊക്കെ തോനെ നാളികേരമൊക്കെ പൊളിച്ച് വെക്കുകയാണെങ്കിൽ ഇതേ രീതിക്ക് തന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പം പിന്നെ പണി ഒരുക്കാൻ വേണ്ടിയിട്ട് അത് മൊത്തം കളഞ്ഞ് എന്താ പറയുക അടിപൊളിയാക്കിയിട്ടാണ് കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ഒരുപാട് നാളികേരമൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം കളഞ്ഞിട്ട് ഫ്രിഡ്ജിക്കേണ്ടി വെക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യലുള്ളത്. പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിക്കേണ്ടി വെക്കും. ഇനി ഇപ്പോൾ ചിരകി വെക്കാൻ നേരം ഉണ്ടെങ്കിൽ ചിരകി വെച്ചാലും മതി. അപ്പോൾ അതാ നാളികേരം ഒന്ന് ചിരകി എടുക്കുകയാണ്. അപ്പോൾ നാളികേരം ഒരു ഇത്തിരി മതി കേട്ടോ, ഓവറായിട്ടൊന്നും വേണ്ട. പിന്നെ ഇതാ കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ വൻപയറൊക്കെ വെന്തു. ഒരു 3 വിസിലടിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കന്നെ വെന്തിട്ടുണ്ടാവും, തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുകൊണ്ടേ. പിന്നെ എന്താ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഞാൻ അതിലേക്ക് കടുകാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പട്ട, ഏലക്കായ, ഗ്രാമ്പൂ ചേർക്കേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അടുത്ത് ഗ്രാമ്പൂക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ ഏലക്കായും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടുക് ചേർത്തു. പിന്നെ അതിലേക്ക് ഇതാക്കണേ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരുന്നില്ലേ, അതും കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ഇത് അരിഞ്ഞ് വെച്ചതാണ്. ഉള്ളിയുടെ അരിഞ്ഞപ്പോൾ ആ ഒരു കൂട്ടത്തിൽ തന്നെ അരിഞ്ഞിട്ട് വെച്ചു. അപ്പോൾ സവോള ഇതാക്കണ ഒരു ചെറിയ സവോളയും 2 പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. നല്ലോണം ഒന്ന് വാടി കിട്ടണം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു കുഞ്ഞ് തക്കാളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ആ ഒരു തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളീൻ്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് തക്കാളി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരുവിധം കറിയിലൊക്കെ തക്കാളി ഉപയോഗിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഒരുപാടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ തക്കാളി തന്നെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വൻപയറൊക്കെ വെന്തിവിടെ പിന്നെ കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഒന്ന് ഒരതി ചേർക്കണം. ആ ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കും കേട്ടോ. ഒരു കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് അങ്ങോട്ട് ഉടച്ചെടുക്കൂല, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കും. പിന്നെ ഇതാ ഇതിലേക്ക് ആ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി ചിക്കൻ മസാല, ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ പൊടികൾ ചേർത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു ഉള്ളിയിലും ഒക്കെ കടന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരണം. അപ്പം നല്ലൊരു അടിപൊളി മണവും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മളിവിടെ ഒരത്തി ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു വൻപയർ ഉണ്ടല്ലോ, അത് ഇതിലേക്കാണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു കുക്കറിൽ ഒരു ഇത്തിരിയും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഞാൻ ഇതിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നില്ല. നമ്മൾ കറിയിൽ ഉപ്പ് ചേർത്തത് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കറി ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഇങ്ങനെയും കൂട്ടാം കേട്ടോ. ഒന്നും കൂടി കട്ടിയാക്കിയതിന് ശേഷം ഇങ്ങനെയും കൂട്ടാൻ. ചിലർക്ക് ഒരു കട്ടിക്കാവും ഏത് കറി ഇഷ്ടം. ഇവിടെ പിന്നെ കുറച്ച് അധികം വെള്ളം പോലെ തന്നെയാണ് ആക്കലുള്ളത്. ഞങ്ങൾ അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കറി വേണം. അപ്പം അങ്ങനെ ഒപ്പി കൂട്ടുന്ന രീതിയല്ല ഇഷ്ടം. എപ്പോഴും കറിയിൽ ഇങ്ങനെ കുഴച്ച് അങ്ങനെ തിന്നണതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കറി ആക്കണത്. പിന്നെ ഇതാ ഞാൻ നാളികേരം അരയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പച്ച നാളികേരമാണ് കേട്ടോ. വറുത്തരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിന്നിപ്പോൾ പച്ചയ്ക്കാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിലൊരു ഇത്തിരി വലിയ ജീരകം, അതായത് പെരുജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ആദ്യം ചേർത്തതാണല്ലോ. വെളുത്തുള്ളി ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് 2 അല്ലി ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ചേർക്കൊണ്ട് ഞാൻ ആ വലിയ ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ ഇത് തേങ്ങ പാലൊഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിങ്ങോട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ അരിപ്പയിൽ വെച്ചിട്ടാണ് പിഴിഞ്ഞെടുത്താലും മതി. പക്ഷേ എങ്കിൽ ഇന്ന് ഞാൻ നാളികേരം അരച്ചാണ് ചേർക്കുന്നത്, പാലല്ല ചേർക്കുന്നത് കേട്ടോ. കടലക്കറി വെക്കുമ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, ചിലപ്പോൾ പാലൊഴിക്കും, ചിലപ്പോൾ നാളികേരം പച്ചയ്ക്ക് അരയ്ക്കും, ഇല്ലെങ്കിൽ വറുത്തരയ്ക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത്. ഇതിപ്പോൾ കടലയല്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കടലക്കറിക്ക് ചെയ്യണ ഒരു രീതി തന്നെയാണ്. കടലക്കറി തന്നെ ഒരുപാട് രീതിക്ക് വെക്കൂലേ, അതേപോലെയാണ് ഇപ്പോൾ ഇത് വെക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് തോന്നി, ഒരു ഇത്തിരി ഉപ്പും കൂടിയും ചേർത്തു. പിന്നെ അതങ്ങനെ കറിയൊക്കെ നല്ലോണം തിളച്ച് മസാലയൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അരച്ച അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്കാണ്ട് ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു. ഈ ഒരു സമയത്ത് ഒരു ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ മല്ലിയില എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല, അതുകൊണ്ട് ഞാൻ വെറും ആ ഒരു നാളികേരമാണ് അരച്ചൊഴിച്ചിട്ടുള്ളത്. പിന്നെ അതൊന്ന് തിളച്ചതിന് ശേഷം
വാങ്ങി വെച്ചാൽ മതി. അത്ര തന്നെയുള്ളൂ പരിപാടി കേട്ടോ. ഇനിയിപ്പോൾ ചിലർക്ക് എല്ലേതും കഴിഞ്ഞിട്ട് ഒരു വറവ് ഇടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും, ഒക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ചെറിയ ഉള്ളിയിൽ വറവ് ഇട്ടാൽ മതി, അതാണ് കൂടുതലും ടേസ്റ്റ്. കടുക് താളിച്ചിട്ടുണ്ടെങ്കിൽ അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ലാസ്റ്റ് എപ്പോഴും ഉള്ളി താളിച്ചൊഴിക്കുകയാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം. എന്തായാലും അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്, എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ചോറിക്കൊക്കെ നല്ല അടിപൊളി കറി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറുക്കി ഉണ്ടാക്കണം എന്നുള്ളവർക്ക് കുറച്ച് കട്ടിക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വെള്ളം പോലെ ആക്കിയെന്നുള്ളൂ. അപ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അമ്മ അതാ നീച്ചിട്ട് മുറ്റടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മറ ഭാഗമൊക്കെ വൈകുന്നേരം സമയത്ത് അടിച്ചു വരും. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ഒരു സമയത്ത് രാവിലെയാണ് കേട്ടോ അമ്മ അടിച്ചു വരലുള്ളത്. അപ്പോൾ അതാ ജസ്റ്റ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് കഴുകി വെച്ചു. അപ്പോഴേക്കും ഇതാക്കണം നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ എടുത്തു കൊടുന്ന് അതിലേക്ക് ആ തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു വെച്ചു. പിന്നെ നമ്മൾ അടുപ്പൊന്ന് കെട്ട പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കറീൻ്റെ ഒപ്പം നിന്നപ്പോൾ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ മറന്നതാണ്. അപ്പോൾ അതാ അതിലേക്ക് കുറച്ച് വിറകും കൊള്ളിയും കൂടിയും കൊണ്ടുവന്ന് വെച്ചിട്ടൊന്ന് കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊന്ന് ആ തീയൊന്ന് ചെനക്കി വെച്ച് കൊടുത്താൽ തന്നെ അതൊന്ന് കത്തിപ്പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു അടുപ്പ് കത്തി കിട്ടിയാൽ പിന്നെ അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അങ്ങനെ ഓടക്കുഴലുകൊണ്ട് ഊതി നമ്മൾ ഗതിയിടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. സാധാരണ വിറകടുപ്പിലൊക്കെ ആദ്യമൊക്കെ അങ്ങനെ ഊതി ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്ക്. പക്ഷേങ്കിൽ ഇതിൽ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, ഒന്ന് ചെനക്കി വെച്ച് കൊടുത്താൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ പെട്ടെന്ന് അങ്ങനെ കത്തിപ്പിടിച്ചോളും. അപ്പോൾ അത് അരിയൊക്കെ ഞാൻ തിളച്ച വെള്ളത്തിൽ കഴുകി, പിന്നെ പച്ചവെള്ളത്തിൽ കഴുകി, പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതങ്ങനെ കടന്ന് വന്നോളും. അപ്പോൾ അത് കുറച്ച് സമയമായിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ റൈസ് കുക്കറിലേക്കാണ് ഇറക്കി വയ്ക്കലാണ്. അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, കറിയും ചായയൊക്കെ ആയിട്ടുള്ളൂ. കട്ടൻ ചായയും പാൽച്ചായയും അതേപോലെ കറിയും അരി ഇട്ട് കൊടുക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞില്ല. ചില ദിവസം അങ്ങനെയാണ് കേട്ടോ. ചിലപ്പോൾ കറി ആദ്യം ഉണ്ടാക്കി വയ്ക്കും, ചിലപ്പോൾ കടി ആദ്യം ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത്. ഓരോ ദിവസം ഓരോ മാതിരിയാണെന്ന് പറഞ്ഞില്ലേ. എപ്പോഴും ഒരേപോലെ അല്ലല്ലോ. പക്ഷേ ഈ കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ലേ എപ്പോഴും ഒരേപോലെയാണെന്നുള്ളത്. അപ്പോൾ അതാ പച്ചരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ 2 ട്രിപ്പായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പച്ചരിയിൽ പ്രത്യേകിച്ച് ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വെറും പച്ചരി അരച്ചെടുത്ത് അതിൽ കുറച്ചധികം വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നാളികേരം ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് നാളികേരം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നാളികേരം ചേർത്ത ഈ ഒരു അപ്പാണെങ്കിൽ ഒട്ടും കറിയൊന്നും ഇല്ലാതെ നമുക്ക് വെറുതെ കട്ടൻ ചായയും കൂട്ടിയിട്ട് അത് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. ചൂടോട് കൂടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നാളികേരം ചിരകിയിട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കറിയൊന്നും വേണ്ട കേട്ടോ, വെറുതെ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത്തിരി പുളി എടുത്തിട്ട് വെള്ളത്തിലിടുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും ഒരു എളുപ്പക്കൂട്ടാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് എളുപ്പക്കൂട്ടാൻ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകണം. അപ്പോൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏട്ടൻ എന്തായാലും പണിയുണ്ട്, ഏട്ടൻ പോകുന്നുണ്ട്. അച്ഛനും അമ്മയും ഞാനും കുട്ടികളും എല്ലാവരും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പെണ്ണിനെ കൊണ്ടുപോകണ കല്യാണമാണ്. അപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. 9-നും 10-നും ഇടയ്ക്കാണ് മുഹൂർത്തം. അപ്പോൾ ആ മുഹൂർത്തം കാണലാണല്ലോ പെണ്ണിൻ്റെ കല്യാണത്തിന് ഒരു പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് ആ മുഹൂർത്തം കാണാൻ വേണ്ടിയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഇത്തിരി ധൃതി പിടിച്ചിട്ട് തന്നെയാണ് പണികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആദ്യം രാവിലെ നീച്ചപ്പോൾ ഞാൻ 9 മണിക്കൊന്നും പോകണമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ അപ്പം ചുടനേനെ തൊട്ട മുന്നേ അമ്മായിനെ വിളിച്ചു നോക്കിയപ്പോൾ അമ്മായിയാണ് പറഞ്ഞത് നമുക്ക് കുറച്ച് നേരത്തെ പോകണം എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ധൃതി ആവാൻ തുടങ്ങിയിട്ടോ. അപ്പം ഞാൻ ആദ്യം ചുട്ട അപ്പമൊക്കെ ഏട്ടനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി ആക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അപ്പം ചുടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മക്കളെ പോയി ഉണർത്തി. സാധാരണ മക്കൾ 10 മണിയൊക്കെ ആകാൻ സമയത്താണ് കേട്ടോ നീക്കലുള്ളത്. ഇന്നിപ്പോൾ എന്തായാലും മോലെ നേരത്തെ തന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം പോയി വിളിച്ചിട്ടുണ്ട്, പക്ഷെ നീച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒരു കല്യാണത്തിന് പോരണമെന്ന് പറഞ്ഞതല്ലേ, വിളിച്ചുണർത്തി കുളിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോകണം. അപ്പോൾ അച്ഛമ്മ അതാ നീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛമ്മയ്ക്ക് ചായ വേണോ ചോദിച്ചപ്പോൾ ഉണ്ടെങ്കിൽ കൊണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മധുരമിടാത്ത ചായയല്ലേ, അതിപ്പോൾ എടുത്ത് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചായ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ എന്താ പറയുക പാടത്തുനിന്ന് പറിച്ച വെണ്ടയ്ക്കാണ് കേട്ടോ, അത് ഞാൻ അവിടെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു കറി ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. പരക്കാനും പിടിക്കാനൊന്നും നിൽക്കണില്ല, പെട്ടെന്നൊരു കറി. അപ്പം ഞാൻ എവിടേക്ക് പോവുകയാണെങ്കിലും കറി വെച്ചിട്ടില്ലെങ്കിലും ചോറ് വെക്കൽ പതിവാണ് കേട്ടോ. എനിക്ക് ചോറ് വെക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനക്കേടാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും പോയിട്ടുണ്ടെങ്കിലും ഞാനത് വെക്കും. അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും എന്തുണ്ടാക്കിയാലും ഒരു ഇത്തിരി ഈ ഒരു സാദാ ചോറ് ഞാൻ ഉണ്ടാക്കും കേട്ടോ. അതൊരു ഇല്ലെങ്കിൽ എനിക്കൊരു പേടിയാണ്, അതിനെന്നെയാവും എല്ലാവർക്കും ആവശ്യം ഉണ്ടാകുക. അല്ലെങ്കിൽ ഒരു തുള്ളി കഞ്ഞിവെള്ളത്തിനൊക്കെ പൂതി വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ കറി ഞാൻ ഇന്ന് ഉണ്ടാക്കണത് അച്ചമ്മ ഇവിടെ ഉണ്ടാവുകൊണ്ടാണ്. അച്ചമ്മ കല്യാണത്തിന് പോരുന്നില്ല. അതുകൊണ്ട് ഒരു കറിയും പപ്പടം കാച്ചിയതും പിന്നെ തലേദിവസം മീൻ വറുത്തതുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വേഗം കറി ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ
കല്യാണത്തിന് നമ്മൾ പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ അമ്മക്ക് ഇങ്ങോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചാണ് പിന്നെ കല്യാണത്തിന് പൈസ കൊടുക്കുക. ഇവിടെയൊക്കെ അങ്ങനെ രീതി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കിയിരുന്നു. അതിനുശേഷം ഇതാക്കണ ഏട്ടന് ചായയൊക്കെ കൊടുത്ത് ഏട്ടൻ ചായ കുടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാട്ടിയെടുത്തു. അതിനുശേഷം ഇതാ പുളിയൊക്കെ ഒഴിച്ച് ഞാൻ മൺചട്ടിക്ക് തക്കാളിയും പുളിയും അതുപോലെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചോറൊക്കെ ഒരു എന്താ പറയുക ഒരു 1/4 ഭാഗം വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതാ റൈസ് കുക്കറിലേക്കാണ്ട് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നേരത്തെ ആവുകൊണ്ട് തന്നെ നേരത്തെ കല്യാണം ആവുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ വരും കേട്ടോ. ഒരുപാട് വൈകൊന്നുമില്ല. പിന്നെ ബസ്സും വണ്ടിയൊന്നും കയറി പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നടന്ന് പോയാൽ മതി. അപ്പം ഞാൻ കറി മൺചട്ടിയിൽ അവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക് അവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊടികൾ സെപ്പറേറ്റ് ഇങ്ങനെ ചൂടാക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ഇട്ടിട്ടാണ് ചൂടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ സെപ്പറേറ്റ് ചൂടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് നോക്കാൻ പോലെ ചെയ്തത്. പിന്നെയാണ് ഇങ്ങനെ വിളിച്ചപ്പോഴല്ലേ പറഞ്ഞത് വേഗം പോകണം എന്നുള്ളത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കറി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കറിയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിനോട് വലിയൊരു യോജിപ്പ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നാളികേരമൊക്കെ വറുത്തരയ്ക്കണം എന്നുള്ളവർ ഇതിൽ വറുത്തരച്ചാൽ മതി, ഇല്ലെങ്കിൽ പച്ചയ്ക്ക് അരയ്ക്കണം എന്നുള്ളവർ അങ്ങനെയും ചെയ്താൽ മതി. അപ്പം ഞാൻ എന്തായാലും അരയ്ക്കണം പിടിക്കണമൊന്നുമില്ല, ഇങ്ങനെയാണ് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ആ പൊടികൾ ചേർത്താൽ വെണ്ടയ്ക്ക് അതിലേക്കാണ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ ഉള്ളിയിലൊന്ന് വറവ് ഇടും. അത്രേ ഉള്ളൂ ആ കറീൻ്റെ പരിപാടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്ദൂനെയൊക്കെ വിളിച്ചുണർത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഓൻ്റെ ഏട്ടതാക്കണ്ട് പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ണം ഓനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. കണ്ണം പിന്നെ ഇത്തിരി സമയം കഴിഞ്ഞിട്ടുള്ളൂ. ഓനും അബിയും കൂടി ഒപ്പം വരാറുന്നു. അപ്പോൾ അച്ചമ്മയ്ക്ക് ചായ കൊടുത്തിട്ടുണ്ട്. അച്ചമ്മയും അമ്മയും ഇതാക്കണം ഉമ്മർത്തിരുന്നിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ വേഗം ഞാൻ ആ കറിയിൽ വറവൊക്കെ ഇട്ടു. അപ്പം ഞാനിങ്ങനെ നിർത്തി പിടിക്കുന്നത് മക്കളെ 3 ആളെയും ഓർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണ്ടേ എനിക്ക് ഒരുങ്ങാൻ. അമ്മയ്ക്കൊക്കെ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഒരുങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ധൃതി പിടിക്കുന്നത്. നമുക്ക് നമ്മളതായ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ ചെയ്ത് തീർക്കാൻ. അപ്പോൾ ഏതായാലും അടുക്കളയത്തെ എല്ലാ പണികളും ഒരുങ്ങി. തിരുമ്പാനുള്ളത് ഞാൻ മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അതേപോലെ തുടയ്ക്കലൊക്കെ പിന്നെ നമ്മൾ വൈകുന്നേരം ചെയ്യുകൊണ്ട് ആ ഒരു പണിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരുക്കിയ പടം തന്നെ ഓനും ഒരുങ്ങിട്ടോ. പിന്നെ അബീൻ്റെ കൂടെയൊക്കെ പോയി ആക്കാൻ പോലെ വെയിറ്റുള്ളൂ. അപ്പം ഞാനും അനുമോളും അമ്മയും കണ്ണനും ഞങ്ങളെല്ലാവരും കൂടി കല്യാണത്തിന് പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഇതാക്കണ ചെക്കനും വന്നിട്ടുണ്ട്. ഞങ്ങൾ എത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചെക്കൻ വന്നത്. അപ്പോൾ ഒരുപാട് ബാക്കിലാണ് നിൽക്കാൻ സ്ഥലം കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇരിക്കാനൊന്നും സ്ഥലമല്ല. അപ്പോൾ ഒരു കുഞ്ഞ് സ്ഥലമുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ വിട്ട് നിന്നിട്ടൊന്ന് സൂം ചെയ്തതാണ് കേട്ടോ. പെണ്ണിനെയും ചെക്കനെയും ഇങ്ങൾക്കൊന്ന് കാണണ്ടേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. കർമ്മങ്ങളും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പം അമ്മായിയും താഴത്തുനിന്ന് ചെറിയമ്മയും കുട്ടിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും പ്രത്യേകിച്ച് കല്യാണമൊന്നും കാണുന്നില്ല. എല്ലാവരും കയ്യൊട്ടിയപ്പോൾ ഞങ്ങളും കയ്യൊട്ടി. അങ്ങനെയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ അവിടെ കല്യാണങ്ങൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. അപ്പോൾ അനുമോള് പിന്നെ ജസ്റ്റ് മുന്നിലൊന്ന് പോയിട്ട് എന്താ പറയുക നമ്മൾക്ക് വീഡിയോയിലൊന്ന് കാണിക്കണ്ടേ എന്ന് പറഞ്ഞിട്ടൊന്ന് വീഡിയോ എടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയുക പെണ്ണിൻ്റെ കല്യാണം ആവുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ട് കേട്ടോ കഴിയാൻ. നമ്മൾ ചെക്കൻ പെണ്ണ് കൊണ്ടുവരികയാണെങ്കിൽ ചെക്കൻ്റെ വീട്ടിലാണെങ്കിൽ കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കണം അല്ലേ. പെണ്ണിൻ്റെ വീട്ടിലാവുമ്പോൾ പെട്ടെന്ന് കല്യാണം കഴിയും. അപ്പോൾ ഇതാണ് പെണ്ണും ചെക്കനും. അപ്പം നല്ല അടിപൊളി സാരിയൊക്കെയാണ്. പിന്നെ അടുത്തുനിന്ന് അങ്ങോട്ട് നന്നടുത്തുനിന്നുണ്ട് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഒരുക്കിയതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഓരോ അഭിപ്രായങ്ങൾ അങ്ങനെ പറയുമല്ലോ നമ്മൾ കല്യാണത്തിനൊക്കെ പോയാൽ. അപ്പോൾ ശരിക്കും ഇങ്ങനെ കുറേ ആയിട്ടുണ്ട് കേട്ടോ കല്യാണം കൂടിയിട്ട്. നമ്മളെ വീട്ടിലൊരു കല്യാണം കൂടിയിട്ട് ഒരുപാടായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഓഡിറ്റോറിയത്തിലൊക്കെ അല്ലേ കല്യാണം വെക്കുന്നത്. അപ്പോൾ ഇതാ സദ്യ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേങ്കിൽ സാദാ ചോറും മോരുകറി അച്ചാറും അതേപോലെ ചിക്കൻ വരട്ടിയതുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറിനലൊക്കെ കഴിഞ്ഞു. പിന്നെ വേഗം തന്നെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് നമ്മളെ നന്ദൂനൊരു സഞ്ചാരമായിരുന്നു വീട്ടിലേക്ക് പോരായിട്ട്. അപ്പോൾ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ അവിടെ ഊരിയിട്ടിട്ട് തിരുമ്പാനൊന്നും തന്നിട്ടില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് നേരം അവിടെ കിടന്നു. അപ്പോൾ ഇതാക്കണ അനുമോള് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓക്കൊരു പൂതിയോളം ഒറ്റയ്ക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ആ നാരങ്ങ വെള്ളത്തിൽ തീരെ മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓള് പറയണേ കുറേ പഞ്ചസാര ഇട്ടായിരുന്നു എന്നാണ്. പക്ഷേ തീരെ മധുരം ഉണ്ടായിരുന്നില്ല. എന്നാലും ആ ഒരു കുഴങ്ങിയ സമയത്ത് ആ ഒരു തണുപ്പ് കിട്ടിയപ്പോൾ വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം കലക്കി കൊണ്ടുവന്ന് തരാനൊക്കെ ഒരാളായി എന്നുള്ളത്. മറ്റത് ഞാൻ അങ്ങോട്ട് കലക്കി കൊടുക്കേണ്ടി വരും. ഇപ്പം ഏതായാലും ഓൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണ എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.